പി സെൻകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചടുക്കുകയാണ്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ഇനി പിണറായി മകനോട് ചോദിച്ചാൽ മതി. കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മകൻ അറിയാം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനും കുടുംബവും ഗുരുവായൂരിൽ ദർശനം നടത്താനെത്തിയത്. ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയന്റെ മകൻ പാർട്ടി സൂക്തങ്ങൾ കാറ്റിൽ പറത്തി ഭഗവാനെ തൊഴാനെത്തിയത് സഖാക്കൾക്കിടയിലും ചർച്ചയായി കഴിഞ്ഞു. ഇപ്പോഴിതാ മുൻ പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകനും കുടുംബവും തന്നെ ഉത്തരം നൽകിയിരിക്കുന്നുവെന്നാണ് സെൻകുമാർ പറയുന്നത്. മകനും കുടുംബവും ഗുരുവായൂരപ്പനെ ദർശിച്ചു മടങ്ങി. ദർശനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും വോട്ടെണ്ണൽ 4-ാം തീയതി ആയിരിക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി പിണറായി വിജയൻ മകനോട് ചോദിച്ചാൽ മതി, കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മകൻ അറിയാം. കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ശ്രീ പിണറായി വിജയൻ. തൂണിലും തുരുമ്പിലും എല്ലാം കൃഷ്ണൻ വസിക്കുന്നു. അതിപ്പോൾ മകന് മനസ്സിലായി കാണുമെന്നാണ് സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പണ്ട് ഗുരുവായൂരിലെ ശ്രീകോവിലിൽ നോക്കി ഇവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച പിണറായി തുടർഭരണം കിട്ടാൻ പ്രാർത്ഥനയുമായി മകൻ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. കാലത്തിന്റെ മറമായം, അതല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മറമായം എന്നാണ് പലരും ഇതിനെ വിളിക്കുന്നത്. പണ്ടൊരിക്കൽ ഗുരുവായൂരിലെ ശ്രീകോവിലിന്റെ നേരെ നോക്കി ഇവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചയാളാണ് പിണറായി വിജയൻ. അന്നത് വലിയ മാധ്യമ വാർത്തയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ സ്വതസിദ്ധമായ നാസ്തിക സ്പിരിറ്റായിരുന്നു പിണറായിയുടെ ഈ ചോദ്യത്തിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കാലചക്രം തിരിഞ്ഞു വന്നതോടെ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ ഒരാളെത്തി. പിണറായിയുടെ മകൻ വിവേക് കിരൺ. ഭാര്യയോടൊപ്പമാണ് വിവേക് കിരൺ ഗുരുവായൂരിൽ പ്രാർത്ഥിക്കാൻ എത്തിയത്. ഒരു മാധ്യമ പ്രവർത്തകന് പോലീസിന്റെ അടിയേറ്റതോടെ വിവേക് കിരണിന്റെ സന്ദർശനം വലിയ വാർത്തയായി. വിവേക് കിരൺ ഗുരുവായൂർ സന്ദർശനത്തിന് തിരഞ്ഞെടുത്ത സമയം മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും പലവിധ ഊഹാപോഹങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നു. അച്ഛന് തുടർഭരണം കിട്ടുന്നതിന് പ്രാർത്ഥിക്കാനാണ് മകൻ ഗുരുവായൂരപ്പന്റെ ചരണങ്ങളിൽ വന്നെത്തിയിരിക്കുന്നതെന്നാണ് പലരുടെയും നിരീക്ഷണം. എന്തായാലും കാലത്തിന്റെ വിധി വൈപരീത്യമെന്നോ ഗുരുവായൂരപ്പന്റെ മഹാശക്തിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിവേക് കിരണിന്റെ ഗുരുവായൂർ സന്ദർശനത്തെ വിശേഷിപ്പിക്കാം.